ശുഭം ഭവതു കല്യാണം ആയുരാരോഗ്യവർദ്ധനം മമ ദുഃഖ വിനാശായ ശ്രീ സന്ധ്യാദീപം നമോ നമസ്തുതേ. ശുഭം ഭവതു കല്യാണമെന്നും ശുഭം ഭവതു കല്യാണമെന്നും പാഠഭേദമുള്ള സന്ധ്യാദീപത്തെ നമസ്കരിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ സത്സംഗത്തിനകത്ത് എങ്ങനെയാണ് നമ്മൾ വിളക്ക് തെളിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ വളരെ വിസ്തരിച്ച് നമ്മൾ ചെയ്തൊരു വീഡിയോ ഉണ്ട്. നിലവിളക്ക് തെളിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. ഇതിനകത്ത് ദീപത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട്, അതായത് ഏതൊക്കെ സന്ധ്യകളിൽ വിളക്ക് കത്തിക്കണം. 3 സന്ധ്യകളാണ് നമുക്കുള്ളത്. പ്രഭാതത്തിൽ നമുക്കുണ്ട്, പ്രാതസന്ധ്യയുണ്ട്, മധ്യാഹ്ന സന്ധ്യയുണ്ട്, സായം സന്ധ്യയുണ്ട്. ഈ 3 സന്ധ്യകളിൽ നമുക്ക് ദീപം തെളിയിക്കാം. അപ്പോൾ നമുക്കൊരു തോന്നലാണ്, അപ്പോഴൊക്കെ വിളക്ക് തെളിയിക്കാൻ പറ്റുമോ? ഉറപ്പായിട്ടും നമുക്ക് തെളിയിക്കാൻ പറ്റും, ഇല്ലേ? വിളക്ക് തെളിയിക്കാം. ഈശ്വരാരാധനയിൽ രാത്രിയും പകലും തമ്മിൽ സന്ധിക്കുന്ന സമയമാണ് പ്രാതസന്ധ്യ. രാവിലത്തെ സന്ധ്യയുടെ പ്രത്യേകത രാത്രി തീർന്ന് പകല് തുടങ്ങുന്ന ഒരു ജോയിനിങ് പോയിന്റ്, ഇല്ലേ? ഉച്ചയ്ക്ക് ഉള്ള സന്ധ്യയുടെ പ്രത്യേകത, ഇല്ലേ? രാവിലെയുള്ള ആ സൂര്യൻ്റെ തീക്ഷ്ണത കുറവിലേക്ക് സൂര്യൻ ഉഗ്രഭാവത്തിൽ നിന്ന് സൗമ്യഭാവത്തിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്ന സമയം സന്ധ്യയാണെങ്കിൽ സന്ധ്യയ്ക്കും രാത്രിക്കും ഇടയിലുള്ളൊരു ജോയിൻറ്റ്. അപ്പോൾ അങ്ങനെ ഒരു കോൺസെപ്റ്റാണ് നമുക്കുള്ളത്. അതുകൊണ്ടാണ് ആ 3 സന്ധ്യകളും നമ്മൾ നാമസജപത്തോടു കൂടി, അല്ലേ? 5 നേരം നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു സമ്പ്രദായം നമുക്ക് പണ്ടുണ്ടായിരുന്നു. മറ്റു പലരും അതിപ്പോഴും പിന്തുടരുന്നുണ്ട്. ഈ 5 നേരത്തെയുമുള്ള പ്രാർത്ഥന എന്താണ്? പ്രാർത്ഥന ഭഗവാനെ എന്നെ കാത്തുരക്ഷിക്കണേ, ഭഗവാനെ സമസ്ത ലോകവും ഹിതമായിരിക്കണേ എന്ന് നമ്മുടെ സനാതന ധർമ്മത്തിൽ നമ്മൾ തിരിച്ച് ഈ 3 സന്ധ്യകളിലെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടാകുമോ? ആ സമയം, ആ കാലമല്ലാതെ നമ്മുടെ സനാതനികൾക്ക്, സനാതന ധർമ്മത്തിനൊരു നിലനിൽപ്പുണ്ടാവുക ബുദ്ധിമുട്ടാണ്. കാരണം 5 നേരം പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിലുണ്ടാകുന്ന ഒരു ദൈവ ഭയമുണ്ട്. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരാളുണ്ടെന്ന് പറയുന്ന ഒരു സംരക്ഷണത്തിൻ്റെ കവചമുണ്ട്. നമുക്ക് തോന്നുന്ന ഒരാനന്ദമുണ്ട്. കാരണം നമ്മൾ പറയുന്നതൊക്കെ കേൾക്കാൻ ഒരാളുണ്ടെന്ന് തോന്നിയാൽ പിന്നെ നമ്മൾ അതിനകത്ത് മറ്റൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അപ്പോൾ എല്ലാം ഹിതമായും ശുഭമായും മംഗളകരമായും വരും. അതുകൊണ്ടാണ് ഈ 3 നേരമെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കണം. രാവിലെ ഉറക്കം എഴുന്നേറ്റാൽ അപ്പോൾ ചോദിക്കും, സാർ ഇനിയിപ്പോൾ ബാക്കി 2 എണ്ണം എപ്പോഴാണെന്ന്. ആ 2 എണ്ണം എന്ന് പറയുന്നത് ഈ പ്രാതസന്ധ്യയ്ക്ക് മുമ്പ് ബ്രഹ്മമുഹൂർത്തം അഥവാ ബ്രാഹ്മമുഹൂർത്തം എന്ന് പറയുന്ന മുഹൂർത്തമുണ്ട്. ഒരു മുഹൂർത്തം 48 മിനിറ്റ്. ആ ബ്രാഹ്മമുഹൂർത്തത്തിൽ ഏതാണ്ട് ഇപ്പോഴത്തെ ഒരു കണക്ക് പറഞ്ഞാൽ ഒരു 3:45 4:30 അടുപ്പിച്ച് എന്ന് നമുക്ക് സമയം പറയാം, ഇല്ലേ? കുറച്ചുകൂടെ നമ്മൾ പഞ്ചാംഗമൊക്കെ ഗണിച്ച് പറയുകയാണെങ്കിൽ ഒരു 3 3:15 അടുപ്പിച്ച് പറയേണ്ടി വരും. എങ്കിലും ഒരു സാമാന്യ തത്വത്തിൽ പ്രായോഗികതയാണ് ആധ്യാത്മികതയുടെ അടിസ്ഥാനം. ആ സമയത്ത് ഒരു 24 മിനിറ്റ് ജപം, സൂര്യോദയ സമയത്ത് ഒരു 6:15 തുടങ്ങി, സാധാരണ രീതിയിൽ 6:30 നമുക്ക് അടിസ്ഥാനമായിട്ട് ഒരു സൂര്യോദയത്തിൻ്റെ സമയമായെടുത്താൽ ഒരു 6:15 തുടങ്ങി ഒരു 6:50 വരെ നീളുന്ന ഒരു ജപം, ഉച്ചയ്ക്ക് ഒരു 12:5 തുടങ്ങി ഒരു 12:25 വരെയെങ്കിലും കൊണ്ടെത്തിക്കുന്ന ഒരു ജപം, വൈകുന്നേരം സന്ധ്യയ്ക്ക് ഗോധൂളി മുഹൂർത്തം എന്ന് പറയുന്ന ഏതാണ്ട് ഒരു 6:15 തുടങ്ങി ഒരു 6:50 വരെയുള്ള സമയത്ത് അടുത്തൊരു ജപം, അത് കഴിഞ്ഞ് രാത്രി കിടക്കാൻ നേരത്തൊരു ജപം. അങ്ങനെ ഒന്ന് നമ്മുടെ ബോധത്തെ, നമ്മുടെ ധർമ്മത്തെ, നമ്മുടെ ജീവിത രീതിയെ ഒന്ന് ക്രമപ്പെടുത്തിയാൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഐശ്വര്യം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വണ്ണമുള്ള ഐശ്വര്യം നമുക്ക് വന്നു ചേരും. പക്ഷേ നമുക്ക് എല്ലാം വേണം താനും നമ്മളൊന്നും ശ്രമിക്കുകയില്ല. മറ്റേതെങ്കിലും വിഭാഗക്കാരങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഞായറാഴ്ചകളിൽ പ്രാർത്ഥിക്കുന്നവർ കൃത്യമായി പ്രാർത്ഥിച്ചിരിക്കും. ജീവൻ അവശേഷിക്കുന്നുണ്ടെങ്കിൽ, ശ്വാസം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവൻ ആരാധനാലയത്തിലെത്തിയിരിക്കും. വെള്ളിയാഴ്ച പ്രാർത്ഥിക്കുന്നവർ കൃത്യമായി എത്തും. സനാതനമായ ധർമ്മത്തെ പിന്തുടരുന്ന നമുക്ക് വ്യാഴവുമില്ല, വെള്ളിയുമില്ല, തിങ്കളുമില്ല. ഫലമോ ഒന്നിനൊന്നിനൊന്നിനൊന്നിന് ക്ഷയിച്ച് ഗതി പിടിക്കാത്തൊരു വർഗമായി മാറി. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, ബാല്യകാലത്ത് നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ടുന്ന സനാതനമായ മൂല്യത്തെയും ധർമ്മത്തെയും കുറിച്ച് പഠിപ്പിക്കാതെ A+B² ആണ് നിൻ്റെ ജീവിതമെന്നും അതാണ് നിൻ്റെ ജീവിത മാർഗമെന്നും മാത്രം പഠിപ്പിച്ച് 10-16 വയസ്സാകുമ്പോൾ അച്ഛനെയും അമ്മയും നീ ആരാടി എന്ന് ചോദിക്കുന്ന ഒരു സംസ്കാര ശൂന്യതയിലേക്ക് സ്വയം തെണ്ടിത്തിരിഞ്ഞ് ചെന്ന് വല്ല കുരുക്കുകളിലും പെടാനുള്ള സാധ്യതകളെ അവഗണിച്ചുകൂടാ നമുക്ക്, ഇല്ലേ? അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളരെ ബാല്യകാലത്തിൽ നമ്മൾ പഠിപ്പിക്കേണ്ടുന്നത് പഠിപ്പിച്ചാൽ നമുക്കത് സംഭവിക്കില്ല. പഠിക്കേണ്ടുന്നത് പഠിപ്പിക്കണം, ഇല്ലേ? ഇനി അത് പഠിപ്പിച്ചിട്ടും വിട്ടുപോകുന്ന ചില കാര്യങ്ങളുണ്ട്.
അത് വിധി എന്ന് നമ്മൾ ആശ്വസിക്കണം. അത് പഠിപ്പിച്ചിട്ടും ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടും പഠിപ്പിക്കേണ്ടതൊക്കെ പഠിപ്പിച്ചിട്ടും വിട്ടുപോകുന്നതുണ്ട്. അതിനെ നമുക്ക് വിധി എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞു വയ്ക്കണം. അങ്ങനെ സൂര്യോദയത്തിന് ഏതാണ്ട് ഒരു 3 മണിക്കൂർ മുമ്പുള്ള സമയം, 6:30 സൂര്യോദയമാക്കി എടുത്താൽ ഒരു 3-3:30 മണി സമയം, അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. അതിന് നമുക്ക് ബ്രഹ്മമുഹൂർത്തമായി കണ്ടെത്തി ഈശ്വര ഭജനത്തിന് നല്ലതാണെന്ന് വെക്കണം, ഇല്ലേ? നാമജപം, മന്ത്രജപം, സ്തോത്രം, ധ്യാനം തുടങ്ങി എന്തുമാവാം. ഇവയൊക്കെ അനുഷ്ഠിക്കുന്നത് കൊണ്ട് ആയുരാരോഗ്യ സൗഖ്യമുണ്ടാകും എന്ന് നമ്മൾ പറഞ്ഞു വയ്ക്കുന്നു. പ്രഭാതത്തിൽ സൂര്യോദയത്തിന് മുമ്പെന്ന പോലെ സായം സന്ധ്യയിൽ സൂര്യാസ്തമയത്തിന് മുമ്പ് വീട് അടിച്ചു വാരി വൃത്തിയാക്കി, സൂര്യോദയത്തിന് മുമ്പും സൂര്യാസ്തമയത്തിന് മുമ്പും സൂര്യാസ്തമയത്തിന് മുമ്പും വീട് അടിച്ചു വാരി വൃത്തിയാക്കി ശുദ്ധി വരുത്തി, ജലശുദ്ധി വരുത്തി. ജലം അതുകൊണ്ട് പണ്ടുള്ള ആളുകൾ വെള്ളം തളിക്കുമായിരുന്നു, ഇല്ലെങ്കിൽ ചാണകമൊക്കെ കലക്കി. പണ്ട് ഈ മണ്ണൊക്കെ കൊണ്ടുണ്ടാക്കിയ വീട് ആയിരുന്ന സമയത്ത് ഈ ആളുകൾ ചാണകം മുറ്റത്ത് തളിക്കുമായിരുന്നു, ചാണകം മെഴുകുമായിരുന്നു. വീടിൻ്റെ അകഭാഗം ചാണകം മെഴുകുകയും വീടിൻ്റെ മുറ്റത്ത് ചാണകം തളിക്കുകയൊക്കെ ചെയ്യുന്നതൊന്നും അത്ര വളരെ വിദൂരമല്ല. ഏറ്റവും ഒരു 20-25 വയസ്സുള്ള കുട്ടികൾക്ക് മാത്രമേ അതൊന്നും പരിചിതമല്ലാതെ ഉള്ളൂ. നമ്മുടെയൊക്കെ തലമുറയ്ക്ക് ഇതൊക്കെ വളരെ പരിചിതമായ കാര്യങ്ങളാണ് താനും. അങ്ങനെ വൃത്തിയാക്കി വയ്ക്കണം. അഗ്നിമീളെ പുരോഹിതം എന്ന് നമ്മൾ ഋഗ്വേദത്തിൽ ആരംഭിക്കുന്ന സൂക്തങ്ങളുണ്ട്. ആ സൂക്തങ്ങളെ നമ്മൾ പഠിക്കാൻ പറ്റിയില്ലെങ്കിലും അത് അഗ്നിയെ സ്തുതിക്കുന്നതാണ്. അതുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റാൽ സൂര്യഭഗവാൻ അഗ്നിയാണ് നമസ്കരിക്കുന്നത്, ഇല്ലേ? അടുപ്പ് കത്തിക്കുന്നതിന് മുമ്പ് അമ്മമാർ, ഇല്ലേ, അടുപ്പിലേക്ക് അഗ്നി ജ്വലിപ്പിക്കുമ്പം ഭഗവാനെ എന്ന് പറഞ്ഞ് അഗ്നി ജ്വലിപ്പിക്കുന്നത്. അരി കഴുകി അടുപ്പിലേക്ക് ഇടുമ്പോൾ അരിക്കലത്തിന് ചുറ്റും 3 തവണ ഒഴിഞ്ഞ് ഭഗവാനെ ഒന്നിനും ഒരു കുറവുണ്ടാവരുതേ, ബുദ്ധിമുട്ടുണ്ടാകരുതേ എന്ന് പ്രാർത്ഥിച്ച് അരി ഒഴിഞ്ഞിടുന്നത്, അരി ഒഴിഞ്ഞ് അരിക്കലത്തിനകത്തേക്ക് ഇടുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെങ്കിലും അഗ്നി എന്തുകൊണ്ട് വിശേഷപ്പെട്ടതാകുന്നു? അതൊരു നിലവിളക്കായിക്കോട്ടെ, എല്ലാം അഗ്നിയാണ്. മംഗളകരമായ ജീവിതത്തിലെ എല്ലാ മംഗളകരമായതും അഗ്നിയാണ്. ഏറ്റവും അവസാനം മരിക്കുമ്പോഴും കഴുത്തി വയ്ക്കും 2 നിലവിളക്ക് തലയ്ക്ക്, മുകളിലും കാലിലും. ഈ ശരീരത്തെ സമർപ്പിക്കുന്നതും അഗ്നിയിലാണ്. ഓം അഗ്നയേ ജാതവേദസ്സേ ഇതം നമമ, ഇതൊന്നും എൻ്റെതല്ല, ഞാൻ ഈ ശരീരത്തെയും അഗ്നിക്ക് സമർപ്പിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു വയ്ക്കും. അതും നമ്മൾ തിരിച്ചറിയണം. എന്നിട്ട് യാഗത്തിൻ്റെ അംശന്മാരെ ദേവത്തിന് എത്തിച്ചു കൊടുക്കുന്നതും ദേവന്മാർക്ക് സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതും അഗ്നിയാണെന്നൊരു വിശ്വാസമുണ്ട്. അഗ്നിയുടെ 3 രൂപങ്ങളെക്കുറിച്ച് വേദത്തിൽ പറയുന്നു. ഭൂമിയിലുള്ള അഗ്നി, അന്തരീക്ഷത്തിലെ മിന്നൽ, ആകാശത്തിലെ സൂര്യൻ. വേദങ്ങൾ പരിശോധിച്ചാൽ 3 അഗ്നികളെക്കുറിച്ച് പറയും. സാധാരണ അഗ്നി, പിന്നെയോ ഭൂമിയിലുള്ള അഗ്നി, അന്തരീക്ഷത്തിൽ മിന്നലായും ആകാശത്തിൽ സൂര്യനായും മനുഷ്യ ശരീരത്തിൽ ജഠരാഗ്നിയായും വരുന്ന അഗ്നി. അപ്പം 3 അഗ്നി. അതുകൂടാതെ മനുഷ്യ ശരീരത്തിലുള്ള അഗ്നി ജഠരാഗ്നി. ആ അഗ്നിയാണ് നമ്മുടെ വിശപ്പിനെ ശമിപ്പിക്കുന്നത്, ഇല്ലേ? വിശക്കുമ്പോൾ നമ്മൾ പറയും വയറിൽ തീ കയറിയേയോ, എന്തെങ്കിലും തായോ എന്ന് കിടന്ന് വിളിക്കുന്നത് ഈ അഗ്നിയുടെ പ്രവർത്തനം കൊണ്ടാണ്. ഇങ്ങനെ നിക്ഷേപിക്കുമെന്നും അഗ്നി പുലർകാലത്ത് സൂര്യന് തുരിച്ചു കൊടുക്കുമെന്നും. അപ്പോൾ സൂര്യൻ വൈകുന്നേരം തൻ്റെ തേജസ് ഭൂമിയിലെ അഗ്നിയിൽ നിക്ഷേപിക്കുമെന്നും അഗ്നി അത് പുലർകാലത്ത് തിരിച്ചു കൊടുക്കുമെന്നും ഒക്കെ ഋഗ്വേദത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന വസ്തുതകളാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ 2 സന്ധ്യകളിലും സന്ധ്യാദീപം തെളിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത വളരെ വ്യക്തവുമാണ്. സന്ധ്യാദീപം എന്തിനു തെളിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളെ കൊണ്ടാണ് സന്ധ്യാദീപം തെളിക്കേണ്ടത്. അതാണ് അതിൻ്റെ ആവശ്യകതയും. അപ്പോൾ പലപ്പോഴും ചില വീടുകളിൽ അസ്തമയത്തിന് തെളിക്കുന്ന വിളക്ക്, ഇപ്പം അച്ഛൻ്റെയൊക്കെ കുടുംബ വീട്ടിലൊക്കെ ആണെങ്കിൽ ഈ അവിടെ ഒരു പൂജാമുറിയിൽ നിലവിളക്ക ഇങ്ങനെ കിടാവിളക്കായിട്ട് വെച്ചിട്ടുണ്ട്. കാരണം എപ്പോഴും ഭഗവത് ചൈതന്യം. പിന്നെ പലപ്പോഴും വീടുകളിൽ ഇപ്പോൾ സന്ധ്യയ്ക്ക് കത്തിക്കുന്ന വിളക്ക് രാവിലെയാണ് പലപ്പോഴും വിളക്ക് അണയ്ക്കുക. ഇങ്ങനെ ചെറിയ ചിമിഴ് പോലുള്ള വിളക്കുകളുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതൊക്കെ ഒരു വിശ്വാസമാണ്. കാരണം പ്രപഞ്ചത്തിൻ്റെ സൂര്യൻ്റെ അഗ്നിയെ ഭൂമിയിൽ സമർപ്പിച്ചിട്ടാണ് സൂര്യൻ മടങ്ങുന്നതെന്നും പിറ്റേ ദിവസം രാവിലെ അത് തിരിച്ചേറ്റു വാങ്ങുന്നതെന്നും ഒക്കെ ഉള്ളൊരു വിശ്വാസമാണ്. അപ്പോൾ അതുകൊണ്ട് പൂജാമുറിയിൽ വയ്ക്കുന്ന വിളക്കും ഇപ്പം നമ്മുടെയൊക്കെ തലമുറയൊക്കെ അങ്ങനെ അങ്ങ് കെടാതെ കൊണ്ടുപോകും. അതൊരു സന്തോഷമാണ്, ഇല്ലേ? ഭവനങ്ങളിലുമുണ്ട്. ആദിത്യനാണ് സർവ്വതിൻ്റെയും പ്രതിനിധി. പ്രത്യക്ഷ ദൈവമാണ് ആദിത്യൻ. എന്തുകൊണ്ട് സൂര്യൻ പ്രത്യക്ഷ ദൈവമാകുന്നു? ചെടികളിൽ പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രക്രിയ നടക്കുന്നത് സൂര്യപ്രകാശത്തിൻ്റെ സഹായത്തോടു കൂടിയാണ്. ഇലകൾ ആഹാരം പാചകം ചെയ്യുന്നു, ചെടികൾ ഓക്സിജൻ ഓക്സിജൻ വമിക്കുന്നു. അങ്ങനെ ഓക്സിജൻ വമിക്കുന്നത് കൊണ്ടാണ് ജീവൻ നിലനിൽക്കുന്നത്.
ചെടികൾ ആഹാരം പാചകം ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ആഹാരം കിട്ടുന്നത്. അതുകൊണ്ടാണ് ആദിത്യനെ നമ്മൾ തൊഴുന്നത്. ആദിത്യദേവോ നമ, ആദിത്യായ നമ, ഭാസ്കരായ നമ, സൂര്യായ നമ, രവിയേ നമ എന്ന് നമ്മൾ ജപിക്കുന്നത് അതുകൊണ്ടാണ്. ഈ പ്രകാശ സംശ്ലേഷണം നടന്നില്ലെങ്കിൽ, ഇഫ് ദി പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ് ഇസ് നോട്ട് ഹാപ്പനിങ് ഓൺ എർത്ത്, വാട്ട് കുഡ് ഹാവ് ബീൻ ദി റിസൾട്ട്? ഹൗ ഇറ്റ് ഷുഡ് എൻഡ്? ഹൗ കുഡ് ഹാവ് ബീൻ ദി ഡിസാസ്റ്ററസ് എൻഡ് എന്നൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പറയുന്നത് ശാസ്ത്രമാണ്. അതുകൊണ്ട് ആദിത്യനെ നമസ്കരിക്കണം. നമസ്കരിച്ച് ദേവതയെ, അതുപോലെയാണ് ഈ സർവ അഗ്നികളാണ്, അഗ്നിജ്വാലകളാണ് ഭഗവാന് പ്രസാദത്തെ കൊണ്ടു കൊടുക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് സ്വാഹാദേവിയെ നമ്മൾ നമസ്കരിക്കുന്നത്. ഓം സ്വാഹായേ നമ എന്ന് നമ്മൾ നമസ്കരിക്കുന്നത്. അഗ്നിയുടെ മഹത്വമാണ് ഇങ്ങനെ വെളിവാകുന്നത്. ഹൈന്ദവരുടെ ഗർഭാധാനം മുതൽ മരണം വരെയുള്ള സർവ്വകർമ്മങ്ങളിലും, ഗർഭാധാനമായിക്കോട്ടെ, മരണമായിക്കോട്ടെ, സർവ്വജനനമായിക്കോട്ടെ, മരണമായിക്കോട്ടെ, 28 ആയിക്കോട്ടെ, നൂലുകെട്ടായിക്കോട്ടെ, ബർത്ത്ഡേ ആയിക്കോട്ടെ, സർവ്വതിലും അഗ്നിക്കൊരു വിശേഷമായ സ്ഥാനമുണ്ട്. അവസാനം ഈ കൊണ്ട് നടന്നലങ്കരിച്ച് കൊണ്ട് നടക്കുന്ന ശരീരത്തെ മുഴുവൻ അഗ്നിയുടെ മുന്നിൽ അങ്ങ് സമർപ്പിക്കും, വിറകായിട്ട്. ഓം അഗ്നയേ ജാതവേദസേ ദം നമഃ. ഒന്നും എനിക്കുള്ളതല്ല ഭഗവാനെ, ഇതെല്ലാം ഞാനിത് അഗ്നിക്ക് സമർപ്പിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു പഠിക്കുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കുന്ന സനാതനമായ ധർമ്മമാണ് ഭാരതീയ ധർമ്മം. സനാതനികളാണ് നമ്മളൊക്കെ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നമ്മൾ ലളിതാ സഹസ്രനാമം മാനസപൂജ നമ്മൾ മുടങ്ങാതെ ചെയ്തു വരുന്നുണ്ട്. എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും എല്ലാ ദിവസവും ആ ലളിതാ സഹസ്രനാമം മാനസപൂജ അറുതിയോടുകൂടി ചെയ്യാൻ ശീലിച്ചാൽ എപ്പിസോഡ് വീണ്ടും 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 ഹരേ കൃഷ്ണ കാണുകയും അറിയുകയും ഒക്കെ ചെയ്യുമ്പോഴേക്കും ആ പരാപരയായ ഭഗവതിയെ നമുക്ക് അനുഭവവേദ്യമായി വരും. അങ്ങനെ സർവവിധമായ ഉപാസനകളിലും പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭൂതപ്രേത പിശാചുക്കളുടെ ഉപദ്രവം ഉണ്ടാകാതെ നോക്കാൻ നമുക്ക് അഗ്നിക്ക് കഴിയും, ഇല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഗർഭിണികളായിട്ടുള്ള പെൺകുട്ടികളുള്ള വീടുകളിൽ ഒരു വിളക്കണയാതെ കൊളുത്തി വയ്ക്കും നമ്മൾ, ഇല്ലേ? ഗർഭഗൃഹത്തിൻ്റെ പെൺകുട്ടി കിടക്കുന്ന മുറിയുടെയോ അല്ലെങ്കിൽ പൂജാമുറിയുടെയോ അല്ലെങ്കിൽ ഗർഭഗൃഹത്തിൻ്റെയോ വീടിൻ്റെ പ്രധാന മുറിയുടെയോ ഒരു മൂലയിൽ പ്രസൂതികാദേവിയെ സങ്കല്പിച്ചൊരു വിളക്ക് കെടുത്തി വയ്ക്കും. പണ്ടൊക്കെ ആണെങ്കിൽ ഈ നിലവിളക്കല്ലേ ഉള്ളൂ. കാരണം പണ്ടാണെങ്കിൽ ഈ ഗർഭിണി രാത്രി ഒന്ന് എഴുന്നേറ്റ് ബാത്റൂമിലേക്കോ എന്തെങ്കിലും പോകുമ്പോൾ തട്ടി വീഴാതിരിക്കാനും കൂടി പ്രയോജനപ്പെടുന്ന തരത്തിൽ ക്രമപ്പെടുത്തിയാണ് ഈ നിലവിളക്ക് കത്തിച്ചു വയ്ക്കുന്നത്. ഇന്നിപ്പോൾ എല്ലായിടവും 0 വാട്ടും മറ്റ് ബെറ്റ് ലാമ്പുകളും ഒക്കെ ഉള്ളതുകൊണ്ട്, എങ്കിലും ആ ഈശ്വരീയമായ സങ്കല്പത്തിൽ പ്രസൂതികാദേവി എന്ന് പറയുന്ന സങ്കല്പത്തിൽ നമ്മളൊരു നിലവിളക്ക് കൊളുത്തി വയ്ക്കുന്നത്, ഗർഭകാലം തുടങ്ങുമ്പം കൊളുത്തി വയ്ക്കുന്ന വിളക്ക്, ഇല്ലേ? അണക്കേണ്ട കാര്യമില്ല. പ്രസൂതികാദേവിയെ നമഃ. ഗർഭാധാനത്തിന് നിദാനമായിരിക്കുന്ന, കാരണഭൂതിയായിരിക്കുന്ന ഭഗവതി എൻ്റെ ഗർഭത്തെ കാത്തുരക്ഷിക്കണമെന്ന് പ്രാർത്ഥിച്ച, ഇല്ലേ? അപ്പോൾ ദുർമൂർത്തികൾ തുടങ്ങിയവയ്ക്ക് അപ്രാപ്യമായി വരും വിളക്ക് കത്തിക്കുന്ന വീടുകൾ, ഇല്ലേ? അത് ജോൺ വുഡ്രോഫ് എന്ന് പറയുന്ന എഴുത്തുകാരൻ വളരെ വിശദമായിട്ട് പറയും. നമുക്ക് ഈ എല്ലാം സായിപ്പ് പറഞ്ഞാലല്ലേ നമുക്ക് വിശ്വാസം വരുള്ളൂ. ജോൺ വുഡ്രോഫ് പറയുന്നത് പോലെ തന്നെ അതിനകത്ത് വളരെ വ്യക്തമായിട്ട്, അതിനകത്ത് റിച്ചാർഡ് ഹാർവി ആണെന്ന് തോന്നുന്നു, ഞാൻ എവിടെയോ നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാനത് ഒന്ന് നോക്കിക്കോട്ടെ, ഞാനത് എവിടെയോ നോട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ഹാർവിയാണ്. വുഡ്രോഫ് പോലെ ഹാർവിയും പറയുന്നുണ്ട്, ഇല്ലേ? അപ്പം സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ ജ്യോതിസ്വരൂപങ്ങളാണെന്ന് നമ്മൾ മറക്കണ്ട, ഇല്ലേ? എല്ലാ ജ്യോതിസുകളും പ്രപഞ്ച ജ്യോതിസും ഈശ്വരൻ്റെ പ്രതീകമാണെന്ന് പത്മപുരാണം നമ്മൾ പറയുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള ദീപജ്യോതിയെ നമ്മൾ നമസ്കരിച്ച് ഒരു തിരിയായി വിളക്ക് കൊളുത്തരുതെന്നും, തൊഴുകൈ പോലെ പിടിക്കുന്നത് പോലെ 2 തിരികൾ കൂട്ടി യോജിപ്പിക്കണമെന്നും, ഒരു ദിക്കിൻ്റെ നമുക്ക് എല്ലാ LKG കുട്ടികൾക്ക് പോലും നമുക്കറിയാം. പിന്നെ ഒരു ദിക്കിലിട്ട് ദീപം കൊളുത്തുന്നതിന് വിരോധമില്ല. പ്രഭാതത്തിൽ ഒരു ദീപം കിഴക്ക്, പടിഞ്ഞാറാണെങ്കിൽ വൈകുന്നേരമാണെങ്കിൽ 2 ദീപം, ഒന്ന് കിഴക്കോട്ട് ഒന്ന് പടിഞ്ഞാറോട്ട്. ഇതൊക്കെയാണ് സാമാന്യ കർമ്മങ്ങളെന്ന് നമ്മൾ തിരിച്ചറിയണം, ഇല്ലേ? 3, 5, 7, 9 തിരിയിടുന്നതിൽ വിരോധമില്ല. 3 ആണെങ്കിൽ കിഴക്ക്, പടിഞ്ഞാറ്, വടക്ക് എന്നീ ദിക്കുകളിലാണ് തിരിയുന്നത്. വടക്കിന് പകരം വടക്ക് കിഴക്കിട്ടാലും വിരോധമൊന്നുമില്ല, സന്തോഷം. 5 തിരിയാണെങ്കിൽ 4 ദിക്കിലേക്കും 5ാമത് വടക്ക് കിഴക്കിലേക്കും ആവാം. 7 ആവുമ്പോൾ 4 ദിക്കിലേക്കും വടക്ക് കിഴക്ക്, തെക്ക് കിഴക്ക്, വടക്ക് പടിഞ്ഞാറ് എന്നീ ദിക്കിലേക്കും തിരിയിടാം. സാധാരണ തെക്ക് ദിക്കിലേക്ക് തിരി കൊളുത്തുന്നത് കുറവാണ്.
അങ്ങനെ കൊളുത്തിക്കൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെക്ക് ദിക്ക് ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ കൊളുത്തുന്ന താന്ത്രികമായ പൂജകളുണ്ട് താനും. സാധാരണ രീതിയിൽ ഈ നമ്മൾ 7 തിരി ഇടുമ്പോൾ തെക്ക് ഇല്ലേ 4 ദിക്കിലേക്കും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ള തെക്കിൻ്റെ അവസ്ഥാന്തരങ്ങളിലേക്ക് നമ്മൾ ഒന്ന് കുറയ്ക്കും, അത്രയേ ഉള്ളൂ ഇല്ലേ. അവസാന തിരി കത്തിച്ചു കഴിഞ്ഞാൽ പ്രദക്ഷിണം പൂർത്തിയാകാതെ തിരിച്ചു വരണം. അതിനുശേഷം കത്തിക്കാൻ ഉപയോഗിച്ച ദീപം കെടുത്തി താഴെ വയ്ക്കാമെന്നും ഒക്കെയാണ് വിധി. ഇത് ഞാനിങ്ങനെ സാമാന്യമായി പറഞ്ഞു വന്നേ ഉള്ളൂ. ലളിത സഹസ്രനാമ മാനസപൂജയാണ് നമുക്ക് ഏറ്റവും പരമപ്രധാനം. മാനസപൂജയുടെ സമയമാവുന്നു. മാനസപൂജയും കൂടി കഴിഞ്ഞ് അപ്പോൾ സർവ്വഭാഗ്യങ്ങളും ഭഗവാനും ഭഗവതിയും തന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച് ഹരി 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 ബോൾ. രാധേ 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 ശ്യാം. സത് ശ്രീ അകാൽ. ഹരി ഓം. ശ്രീ ലളിതാ സഹസ്രനാമാവലി ധ്യാനം. അസ്യ ശ്രീ ലളിതാ സഹസ്രനാമ മഹാമന്ത്രസ്യ വശിന്യാദിവാഗ്ദേവത ഋഷയഃ അനുഷ്ഠുപ്ഛന്ദഃ ശ്രീലളിതാ പരമേശ്വരീ ദേവത. ശ്രീമത് വാഗ്ഭകൂടേതി ബീജം മധ്യകൂടേതി ശക്തി ശക്തികൂടേതി കീലകം മൂലപ്രകൃതിരിതി ധ്യാനം. ശ്രീലളിത മഹാത്രിപുരസുന്ദരി പ്രസാദസിദ്ധ്യദ്വാര സകല ചിന്തിത ഫലാവാപ്ത്യർത്ഥേ ജപേ വിനിയോഗ. ധ്യാനം. സിന്ദൂരാരുണവിഗ്രഹം ത്രിനയനം മാണിക്യമൗലീസ്ഫുരത് താരാനായകശേഖരാം സ്മിതമുഖീമാവീനവക്ഷോരുകാം പാണിഭ്യാമളിപൂർണരത്നചഷകം രക്തോൽപലം ബിഭ്രതിം സൗമ്യാം രത്നഘടസ്ഥരക്തചരണാം ധ്യായേത് പരാമംബികാം. ധ്യായേത് പത്മാസനസ്ഥാം വികസിതവദനാം പത്മപത്രായദാക്ഷീം ഹേമാഭാം പീതവസ്ത്രാം കരകലിതലസത്യേമ പത്മാംബരാംഗീം സർവാലങ്കാരയുക്താം സതതമഭയതാം ഭക്തനമ്രം ഭവാനീം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുതാം സർവസമ്പത്പ്രദാത്രീം സകുങ്കുമവിലേപനാം അളികചുംബികസ്തൂരികാം സമന്തഹസിതേക്ഷണാം സചരചാപപാശാങ്കുശാം അശേഷജനമോഹിനി അരുണമാല്യഭൂഷാംബരാം ജപാകുസുമഭാസുരാം ജപവിധൗ സ്മരേദംബികാം അരുണാം കരുണാതരംഗിതാക്ഷീം ധൃതപാശാങ്കുശപുഷ്പബാണചാപാം അണിമാധിപിരാവൃതാം മയൂകൈ അഹമിത്യേവ വിഭാവയേ ഭവാനീം. ഓം ശ്രീ മാത്രേ നമഃ. ഓം ശ്രീ മഹാരാജ്ഞേ നമഃ. ഓം ശ്രീമത്സിംഹാസനേശ്വര്യേ നമഃ. ഓം ചിദഗ്നികുണ്ഡസംഭൂതായേ നമഃ. ഓം ദേവകാര്യസമുദ്യതായേ നമഃ. ഓം ഉദ്യദ്ഭാനു സഹസ്രാഭായൈ നമഃ. ഓം ചതുർബാഹു സമന്യുതായൈ നമഃ. ഓം രാഗസ്വരൂപ പാഷാഢ്യായൈ നമഃ. ഓം ക്രോധാകാര അങ്കുശോജ്വലായൈ നമഃ. ഓം മനോരൂപേക്ഷു കോദണ്ഡായൈ നമഃ. ഓം പഞ്ചതന്മാത്ര സായകായൈ നമഃ. ഓം നിജാരുണ പ്രഭാപൂരമജ്ജൽ ബ്രഹ്മാണ്ഡമണ്ഡലായൈ നമഃ. ഓം ചമ്പകാശോക പുന്നാഗ സൗഗന്ധിക ലസൽക്കചായൈ നമഃ. ഓം ഗുരുവിന്ദമണിശ്രേണി കനൽക്കോടീരമണ്ഡിതായൈ നമഃ. ഓം അഷ്ടമീ ചന്ദ്രവിഭ്രാജതളികസ്ഥല ശോഭിതായൈ നമഃ. ഓം മുഖചന്ദ്രകളങ്കാഭ മൃഗനാഭിവിശേഷകായൈ നമഃ. ഓം വദനസ്മരമാംഗല്യ ഗൃഹതോരണ ചില്ലികായൈ നമഃ. ഓം വക്രലക്ഷ്മി പരീവാഹ ചലന്മീനാഭ ലോചനായൈ നമഃ. ഓം നവചമ്പക പുഷ്പാഭ നാസാദണ്ഡ വിരാജിതായൈ നമഃ. ഓം താരാകാന്തി തിരസ്കാരി നാസാഭരണഭാസുരായൈ നമഃ. ഓം കദംബ മഞ്ജരീ ക്ലിപ്ത കർണപൂര മനോഹരായൈ നമഃ. ഓം താടങ്കയുഗളീഭൂത തപനോടുപമണ്ഡലായൈ നമഃ. ഓം പത്മരാഗ ശിലാദർശ പരിഭാവി കപോലഭുവേ നമഃ. ഓം നവവിദ്രുമബിംബ ശ്രീനക്കാരി രതനച്ചതായൈ നമഃ.
ഓം ശുദ്ധവിദ്യാങ്കുരാകാര ദുജഭക്തിദ്വയോജ്വലായൈ നമഃ. ഓം കർപ്പൂരപീഡികാമോദ സമാകർഷദിഗന്ധരായൈ നമഃ. ഓം നിജസല്ലാഭമാധുര്യ വിനിർഭത്സിത കച്ചഭ്യൈ നമഃ. ഓം മന്ദസ്മിത പ്രഭാപൂരമജ്ജൽ കാമേശമാനസായൈ നമഃ. ഓം അനാകലിത സാദൃശ്യ ചുബകശ്രീ വിരാജിതായൈ നമഃ. ഓം കാമേശബദ്ധമാംഗല്യ സൂത്രശോഭിത കന്ധരായൈ നമഃ. ഓം കനകാംഗത കേയൂര കമനീയ ഭുജാനുദായൈ നമഃ. ഓം രത്നഗ്രൈവേയ ചിന്താകലോലമുക്താഫലാനുദായൈ നമഃ. ഓം കാമേശ്വര പ്രേമരത്നമണിപ്രതിപണസ്തന്യൈ നമഃ. ഓം നാഭ്യാലവാലരോമാളി ലതാഫലകുജദ്വയ്യൈ നമഃ. ഓം ലക്ഷ്യരോമലതാധാരത സമുന്നേയ മധ്യമായൈ നമഃ. ഓം സ്തനഭാരദളന്മധ്യ പട്ടബന്ധവലിത്രയായൈ നമഃ. ഓം അരുണാരുണ കൗസുംഭ വസ്ത്രഭാസ്വത്കടിതടീ നമഃ. ഓം രത്നകിങ്കിണീകാരമ്യ രശനാദാമഭൂഷിതായൈ നമഃ. ഓം കാമേശജ്ഞാത സൗഭാഗ്യ മാർദ്ദവോരുദ്വാനിതായൈ നമഃ. ഓം മാണിക്യമകുടാകാര ജാനുദ്വയ വിരാജിതായൈ നമഃ. ഓം ഇന്ദ്രകോപ പരിക്ഷിപ്ത സ്മരതൂണാഭ ജംഘികായൈ നമഃ. ഓം ഗൂഢഗുൽഭായൈ നമഃ. ഓം കൂർമ്മപൃഷ്ടജൈഷ്ണു പ്രഭദാനുദായൈ നമഃ. ഓം നഖദീദിതി സംഛന്ന നമജ്ജന തമോഗുണായൈ നമഃ. ഓം പദദ്വയ പ്രഭാജാല പരാകൃത സരോരുഹായൈ നമഃ. ഓം ശിഞ്ചാനമണിമഞ്ജീര മണ്ഡിത ശ്രീപദാംബുജായൈ നമഃ. ഓം അരാളി മന്ദഗമനായൈ നമഃ. ഓം മഹാലാവണ്യ ശേവദയേ നമഃ. ഓം സർവാരുണായൈ നമഃ. ഓം അനവദ്യാംഗ്യൈ നമഃ. ഓം സർവാഭരണ ഭൂഷിതായൈ നമഃ. ഓം ശിവകാമേശ്വരാംഗസ്ഥായൈ നമഃ. ഓം ശിവായൈ നമഃ. ഓം സ്വാധീനവല്ലഭായൈ നമഃ. ഓം സുമേരുമധ്യ ശൃംഗസ്ഥായൈ നമഃ. ഓം ശ്രീമന്നഗരനായികായൈ നമഃ. ഓം ചിന്താമണി ഗൃഹാന്തസ്ഥായൈ നമഃ. ഓം പഞ്ചബ്രഹ്മാസനസ്ഥിതായൈ നമഃ. ഓം മഹാപത്മാടവീ സംസ്ഥായൈ നമഃ. ഓം കദംബവനവാസിന്യൈ നമഃ. ഓം സുധാസാഗര മധ്യസ്ഥായൈ നമഃ. ഓം കാമാക്ഷ്यै നമഃ. ഓം കാമദായിന്യൈ നമഃ. ഓം ദേവർഷീഗണസംഘാത സ്തൂയമാനാത്മവൈഭവായൈ നമഃ. ഓം ഭണ്ഡാസുര വധോദ്യുക്ത ശക്തിസേനാ സമന്യുതായൈ നമഃ. ഓം സമ്പൽക്കരീ സമാരൂഢ സിന്ദുരവ്രജസേവിതായൈ നമഃ. ഓം അശ്വാരൂഢാധിഷ്ഠിത അശ്വകോടികോടിവിരാവൃതായൈ നമഃ. ഓം ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃതായൈ നമഃ. ഓം ഗേചക്രരഥാരൂഢ മന്ത്രിണീ പരിസേവിതായൈ നമഃ. ഓം ചക്രരഥാരൂഢ ദണ്ഡനാദ പുരസ്കൃതായൈ നമഃ. ഓം ജ്വാലാമാലിനികാക്ഷിപ്ത വന്യപ്രാകാര മധ്യകായൈ നമഃ. ഓം ഭണ്ഡസൈന്യ വധോദ്യുക്ത ശക്തിവിക്രമഹർഷിതായൈ നമഃ. ഓം നിത്യാപരാക്രമാഡോപ നിരീക്ഷണ സമുത്സുകായൈ നമഃ. ഓം ഭണ്ഡപുത്ര വധോദ്യുക്ത ബാലാവിക്രമനന്ദിതായൈ നമഃ. ഓം മന്ത്രിണ്യംബ വിരജിത വിശങ്ക വധതോഷിതായൈ നമഃ. ഓം വിശുക്രപ്രാണഹരണ വാരാഹി വീരനന്ദിതായൈ നമഃ. ഓം കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീഗണേശ്വരായൈ നമഃ. ഓം മഹാഗണേശ നിർഭിന്ന വിഘ്നയന്ത്ര പ്രകർഷിതായൈ നമഃ. ഓം ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്ര പ്രത്യസ്രവർഷിണ്യൈ നമഃ. ഓം കരാങ്കുലി നഖോൽപ്പന്ന നാരായണ ദശാകൃത്യൈ നമഃ. ഓം മഹാ പാശുപദാസ്ത്രാഗ്നി നിർദഗ്ധ സഭണ്ഡാസുര സൈനികായൈ നമഃ. ഓം കാമേശ്വരാസ്ത്ര നിർദഗ്ധ സഭണ്ഡാസുര ശൂന്യകായൈ നമഃ. ഓം ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദി ദേവസംസ്തുത വൈഭവായൈ നമഃ. ഓം ഹരനേത്രാഗ്നി സംതക്ത കാമസഞ്ജീവന ഔഷധ്യൈ നമഃ. ശ്രീമദ്ഭഗവകൂടൈക സ്വരൂപമുഖ പങ്കജായൈ നമഃ. ഓം കണ്ഠാതകടിപര്യന്ത
മധ്യകൂടസ്വരൂപിണ്यै നമ. ഓം ശക്തികൂടൈകതാപന്ന കഠ്യതോഭാഗധാരിണ്यै നമ. ഓം മൂലമന്ത്രാത്മികാयै നമ. ഓം മൂലകൂടത്രയകളേബരാयै നമ. ഓം കുളാമൃതൈകരസികാयै നമ. ഓം കുലസങ്കേതപാലിന്यै നമ. ഓം കുലാംഗനാयै നമ. ഓം കുലാന്തസ്ഥാयै നമ. ഓം കൗളിന്यै നമ. ഓം കുളയോഗിന്यै നമ. ഓം അകുലാयै നമ. ഓം സമയാന്തസ്ഥാयै നമ. ഓം സമയാചാര തത്പരാयै നമ. ഓം മൂലാധാരൈക നിലയാयै നമ. ഓം ബ്രഹ്മഗ്രന്ഥി വിഭേദിന്यै നമ. ഓം മണിപൂരാന്തരുദിതാयै നമ. ഓം വിഷ്ണുഗ്രന്ഥി വിഭേദിന്यै നമ. ഓം ആജ്ഞാചക്രാന്തരാളസ്ഥാयै നമ. ഓം രുദ്രഗ്രന്ഥി വിഭേദിന്यै നമ. ഓം സഹസ്രാരാംബുജാരൂഢാयै നമ. ഓം സുധാസാരാഭിവർഷിണ്यै നമ. ഓം തടിലത സമരുച്यै നമ. ഓം ഷഡ്ചക്രോപരി സംസ്ഥിതാयै നമ. ഓം മഹാശക്തിयै നമ. ഓം കുണ്ഡലിന്यै നമ. ഓം വിസതന്തുതനീയസ്यै നമ. ഓം ഭവാന്यै നമ. ഓം ഭാവനാഗമ്യാयै നമ. ഓം ഭവാരണ്യകുഠാരികാयै നമ. ഓം ഭദ്രപ്രിയാयै നമ. ഓം ഭദ്രമൂർത്തയേ നമ. ഓം ഭക്തസൗഭാഗ്യദായിന്यै നമ. ഓം ഭക്തിപ്രിയാयै നമ. ഓം ഭക്തിഗമ്യാयै നമ. ഓം ഭക്തിവശ്യാयै നമ. ഓം ഭയാഭകാयै നമ. ഓം ശാംഭവ്യൈ നമ. ഓം ശാരദാരാധ്യാयै നമ. ഓം ശർവാണ്यै നമ. ഓം ശർമ്മദായിന്यै നമ. ഓം ശാങ്കര്यै നമ. ഓം ശ്രീകര്यै നമ. ഓം സാധ്യൈ നമ. ഓം ശരചന്ദ്രനിഭാനനാयै നമ. ഓം ശാദോദര്यै നമ. ഓം ശാന്തിമത്यै നമ. ഓം നിരാധാരാयै നമ. ഓം നിരഞ്ജനാयै നമ. ഓം നിർലേപാयै നമ. ഓം നിർമ്മലാयै നമ. ഓം നിത്യാयै നമ. ഓം നിരാകാരാयै നമ. ഓം നിരാകുലാयै നമ. ഓം നിർഗുണാयै നമ. ഓം നിഷ്കലാयै നമ. ഓം ശാന്താयै നമ. ഓം നിഷ്കാമാयै നമ. ഓം നിരുപപ്ലവാयै നമ. ഓം നിത്യമുക്താयै നമ. ഓം നിർവികാരാयै നമ. ഓം നിഷ്പ്രപഞ്ചാयै നമ. ഓം നിരാശ്രയാयै നമ. ഓം നിത്യശുദ്ധാयै നമ. ഓം നിത്യബുദ്ധാयै നമ. ഓം നിരവധ്യാयै നമ. ഓം നിരന്തരാयै നമ. ഓം നിഷ്കാരണാयै നമ. ഓം നിഷ്കളങ്കാयै നമ. ഓം നിരുപാധയേ നമ. ഓം നിരീശ്വരാयै നമ. ഓം നിരാഗാयै നമ. ഓം രാഗമധനാयै നമ. ഓം നിർമ്മദാयै നമ. ഓം മദനാശിന്यै നമ. ഓം നിശ്ചിന്താयै നമ. ഓം നിരഹങ്കാരാयै നമ. ഓം നിർമോഹാयै നമ. ഓം മോഹനാശിന്यै നമ. ഓം നിർമ്മമാयै നമ. ഓം മമതാകന്ദ്ര്यै നമ. ഓം നിഷ്പാപാयै നമ. ഓം പാപനാശിന്यै നമ. ഓം നിഷ്ക്രോധാयै നമ. ഓം ക്രോധശമന്यै നമ. ഓം നിർലോഭാयै നമ. ഓം ലോഭനാശിന്यै നമ. ഓം നിസംശയാयै നമ. ഓം സംശയഗ്ന്यै നമ. ഓം നിർഭവാयै നമ. ഓം ഭവനാശിന്यै നമ. ഓം നിർവികൽപ്പാयै നമ. ഓം നിരാബാധാयै നമ. ഓം നിർഭേദാयै നമ. ഓം ഭേദനാശിന്यै നമ. ഓം നിർനാശാयै നമ. ഓം മൃത്യുമധന്यै നമ. ഓം നിഷ്ക്രിയാयै നമ. ഓം നിഷ്പരിഗ്രഹാयै നമ. ഓം നിസ്തുലാयै നമ. ഓം നീലചിഗുരാयै നമ. ഓം നിരപായാयै നമ. ഓം നിരത്യയാयै നമ. ഓം ദുർലഭാयै നമ. ഓം ദുർഗമാयै നമ. ഓം ദുർഗാयै നമ. ഓം ദുഃഖഹന്ത്ര്यै നമ. ഓം സുഖപ്രദാयै നമ. ഓം ദുഷ്ടദൂരാयै നമ. ഓം ദുരാചാരശമന്यै നമ. ഓം ദോഷവർജിതാयै നമ. ഓം സർവജ്ഞാयै നമ. ഓം സാന്ദ്രകരുണാयै നമ. ഓം സമാനാധികവർജിതാयै നമ.
ഓം സർവശക്തിമയേ നമ. ഓം സർവമംഗളായേ നമ. ഓം സദ്ഗതിപ്രദായേ നമ. ഓം സർവേശ്വര്യേ നമ. ഓ സർവമയേ നമ. ഓ സർവമന്ത്രസ്വരൂപിണ്യേ നമ. ഓ സർവയന്ത്രാത്മികായേ നമ. ഓം സർവതന്ത്രരൂപായേ നമ. ഓ മനോന്മന്യേ നമ. ഓ മഹേശ്വര്യേ നമ. ഓ മഹാദേവ്യേ നമ. ഓ മഹാലക്ഷ്മ്യേ നമ. ഓം മൃഡപ്രിയായേ നമ. ഓം മഹാരൂപായേ നമ. ഓ മഹാപൂജ്യായേ നമ. ഓ മഹാപാതകനാശിന്യേ നമ. ഓ മഹാമായായേ നമ. ഓ മഹാസത്വായേ നമ. ഓ മഹാശക്തിയേ നമ. ഓ മഹാരഥ്യേ നമ. ഓ മഹാഭോഗായേ നമ. ഓ മഹൈശ്വര്യായേ നമ. ഓ മഹാവീര്യായേ നമ. ഓ മഹാബലായേ നമ. ഓ മഹാബുദ്ധ്യൈ നമ. ഓ മഹാസിദ്ധ്യൈ നമ. ഓ മഹായോഗീശ്വരേശ്വര്യൈ നമ. ഓ മഹാതന്ത്രായൈ നമ. ഓ മഹാമന്ത്രായൈ നമ. ഓ മഹായന്ത്രായൈ നമ. ഓ മഹാസനായൈ നമ. ഓ മഹായാഗക്രമാരാധ്യായൈ നമ. ഓ മഹാഭൈരവ പൂജിതായൈ നമ. ഓ മഹേശ്വര മഹാകൽപ്പ മഹാതാണ്ഡവ സാക്ഷിണ്യൈ നമ. ഓം മഹാകാമേശ മഹിഷ്यै നമ. ഓ മഹാത്രിപുര സുന്ദര്यै നമ. ഓം ചതുഷഷ്ടി ഉപചാരാഢ്യായൈ നമ. ഓം ചതുഷഷ്ടി കലാമയൈ നമ. ഓഹോ മഹാചതുഷഷ്ടി കോടിയോഗിനീഗണ സേവിതായൈ നമ. ഓം അനുവിദ്യായൈ നമ. ഓം ചന്ദ്രവിദ്യായൈ നമ. ഓം ചന്ദ്രമണ്ഡല മധ്യസ്ഥായൈ നമ. ഓം ചാരുരൂപായൈ നമ. ഓം ചാരുഹാസായൈ നമ. ഓം ചാരുചന്ദ്ര കലാധരായൈ നമ. ഓം ചരാചര ജഗന്നാഥായൈ നമ. ഓം ചക്രരാജനികേതനായൈ നമ. ഓം പാർവത്यै നമ. ഓം പത്മനയനായൈ നമ. ഓം പത്മരാഗസമപ്രഭായൈ നമ. ഓം പഞ്ചപ്രേതാസനാസീനായൈ നമ. ഓം പഞ്ചബ്രഹ്മസ്വരൂപിണ്യൈ നമ. ഓം ചിന്മയ്യൈ നമ. ഓം പരമാനന്ദായൈ നമ. ഓം വിജ്ഞാനഘനരൂപിണ്യൈ നമ. ഓം ധ്യാനധ്യാതൃധേ രൂപായൈ നമ. ഓം സർധർമാധർമ്മവിവർജിതായൈ നമ. ഓം വിശ്വരൂപായൈ നമ. ഓം ജാഗരിണ്യൈ നമ. ഓം സ്വപന്ധ്യൈ നമ. ഓം തൈജസാത്മികായൈ നമ. ഓം സുപ്തായൈ നമ. ഓം പ്രാജ്ഞാത്മികായൈ നമ. ഓം തുര്യായൈ നമ. ഓം സർവാവസ്ഥാവിവർജിതായൈ നമ. ഓം സൃഷ്ടികർത്രൈ നമ. ഓം ബ്രഹ്മരൂപായൈ നമ. ഓം ഗോപ്ത്ര്യൈ നമ. ഓം ഗോവിന്ദരൂപിണ്യൈ നമ. ഓം സംഹാരിണ്യൈ നമ. ഓം രുദ്രരൂപായൈ നമ. ഓം തിരോധാനകര്यै നമ. ഓം ഈശ്വര്यै നമ. ഓം സദാശിവായൈ നമ. ഓം അനുഗ്രഹദായൈ നമ. ഓം പഞ്ചകൃത്യപരായണായൈ നമ. ഓം ഭാനുമണ്ഡല മധ്യസ്ഥായൈ നമ. ഓം ഭൈരവ്യൈ നമ. ഓം ഭഗമാലിന്യൈ നമ. ഓം പത്മാസനായൈ നമ. ഓം ഭഗവത്यै നമ. ഓം പത്മനാഭ സഹോദര്यै നമ. ഓം ഉന്മേഷ നിമിഷോൽപ്പന്ന വിപന്ന ഭുവനാവല്യൈ നമ. ഓം സഹസ്രശീർഷവദനായൈ നമ. ഓം സഹസ്രാക്ഷ്यै നമ. ഓം സഹസ്രപദേ നമ. ഓം ആബ്രഹ്മകീടജനന്യൈ നമ. ഓം വർണ്ണാശ്രമവിധായിന്യൈ നമ. ഓം നിജാജ്ഞാരൂപനിഗമായൈ നമ. ഓം പുണ്യഫലപ്രദായൈ നമ. ഓം ശ്രുതിസീമന്തസിന്ദൂരീകൃതപാദാബ്ജധൂളികായൈ നമ. ഓം സകലാഗമസന്തോക ശുക്തി സംപുടമൗക്തികായൈ നമ. ഓം പുരുഷാർത്ഥപ്രദായൈ നമ. ഓം പൂർണായൈ നമ. ഓം ഭോഗിന്യൈ നമ. ഓം ഭുവനേശ്വര്यै നമ. ഓം അംബികായൈ നമ. ഓം അനാദിനിധനായൈ നമ. ഓം ഹരിബ്രഹ്മേന്ദ്ര സേവിതായൈ നമ. ഓം നാരായണ്യൈ നമ. ഓം നാദരൂപായൈ നമ. ഓം നാമരൂപവിവർജിതായൈ നമ. ഓം ഹ്രീങ്കാര്यै നമ. ഓം ഹ്രീമത്यै നമ. ഓം ഹൃദ്യായൈ നമ.
ഓം ഹേയോപാദേയ വർജിതായൈ നമഃ. ഓം രാജരാജാർച്ചിതായൈ നമഃ. ഓം രാജ്ഞൈ നമഃ. ഓ രമ്യായൈ നമഃ. ഓ രാജീവലോചനായൈ നമഃ. ഓം രഞ്ജിന്യൈ നമഃ. ഓ രമണ്യൈ നമഃ. ഓം രസ്യായൈ നമഃ. ഓ രണൽ കിങ്കിണി മേഖലായൈ നമഃ. ഓ രമായൈ നമഃ. ഓ രാഗേന്ദുവദനായൈ നമഃ. ഓ രതിരൂപായൈ നമഃ. ഓ രതിപ്രിയായൈ നമഃ. ഓം രക്ഷാകര്यै നമഃ. ഓ രാക്ഷസഗ്ന്यै നമഃ. ഓം രാമായൈ നമഃ. ഓ രമണലംബടായൈ നമഃ. ഓം കാമ്യായൈ നമഃ. ഓം കാമകലാരൂപായൈ നമഃ. ഓം കദംബകുസുമപ്രിയായൈ നമഃ. ഓം കല്യാണ്यै നമഃ. ഓം ജഗദീഗന്ധായൈ നമഃ. ഓം കരുണാരസസാഗരായൈ നമഃ. ഓം കലാവത്यै നമഃ. ഓം കലാലാപായൈ നമഃ. ഓം കാന്തായൈ നമഃ. ഓം കാദംബരിപ്രിയായൈ നമഃ. ഓം വരദായൈ നമഃ. ഓം വാമനയനായൈ നമഃ. ഓം വാരുണീമദവിഹ്വലായൈ നമഃ. ഓം വിശ്വാധികായൈ നമഃ. ഓം വേദവേദ്യായൈ നമഃ. ഓം വിന്ധ്യാചലനിവാസിന്यै നമഃ. ഓം വിധാത്രിयै നമഃ. ഓം വേദജനന്यै നമഃ. ഓം വിഷ്ണുമായായൈ നമഃ. ഓം വിലാസിന്यै നമഃ. ഓം ക്ഷേത്രസ്വരൂപായൈ നമഃ. ഓം ക്ഷേത്രേശ്यै നമഃ. ഓം ക്ഷേത്രജ്ഞപാലിന്यै നമഃ. ഓം ക്ഷയവൃത്തിവിനിർമുക്തായൈ നമഃ. ഓം ക്ഷേത്രപാലസമർച്ചിതായൈ നമഃ. ഓം വിജയായൈ നമഃ. ഓം വിമലായൈ നമഃ. ഓം വന്ദ്യായൈ നമഃ. ഓം വന്ദാരുജനവത്സലായൈ നമഃ. ഓം വാഗ്വാദിന്यै നമഃ. ഓം വാമകേശ്यै നമഃ. ഓം വന്യമണ്ഡലവാസിന്यै നമഃ. ഓം ഭക്തിമൽ കൽപ്പലതികായൈ നമഃ. ഓം പശുപാശവിമോചിന്यै നമഃ. ഓം സംഹൃതാശേഷപാഷണ്ഡായൈ നമഃ. ഓം സദാചാരപ്രവർത്തികായൈ നമഃ. ഓം താപത്രയാഗ്നി സന്തപ്തസമാഹ്ലാദന ചന്ദ്രികായൈ നമഃ. ഓം തരുണ്यै നമഃ. ഓം താപസാരാധ്യായൈ നമഃ. ഓം തനുമധ്യായൈ നമഃ. ഓം തമോപഹായൈ നമഃ. ഓം ചിത്यै നമഃ. ഓം തൽപദ ലക്ഷ്യാർത്ഥായൈ നമഃ. ഓം ചിദേകരസരൂപിണ്यै നമഃ. ഓം സ്വാത്മാനന്ദലവീഭൂത ബ്രഹ്മാദ്യാനന്ദസന്തത്यै നമഃ. ഓം പരായൈ നമഃ. ഓം പ്രത്യക്ഷിതീരൂപായൈ നമഃ. ഓം പശ്യന്ത്यै നമഃ. ഓം പരദേവതായൈ നമഃ. ഓം മധ്യമായൈ നമഃ. ഓം വൈഖരീരൂപായൈ നമഃ. ഓം ഭക്തമാനസഹംസികായൈ നമഃ. ഓം കാമേശ്വര പ്രേമനാട്യൈ നമഃ. ഓം കൃതജ്ഞായൈ നമഃ. ഓം കാമപൂജിതായൈ നമഃ. ഓം ശൃംഗാരരസസമ്പൂർണായൈ നമഃ. ഓം ജയായൈ നമഃ. ഓം ജാലന്ധരസ്ഥിതായൈ നമഃ. ഓം ഒഡ്യാണപീഠനിലയായൈ നമഃ. ഓം ബിന്ദുമണ്ഡലവാസിന്यै നമഃ. ഓം രഘോയാഗക്രമാരാധ്യായൈ നമഃ. ഓം രഹസ്തർപ്പണതർപ്പിതായൈ നമഃ. ഓം സദ്യപ്രസാദിന്यै നമഃ. ഓം വിശ്വസാക്ഷിണ്यै നമഃ. ഓം സാക്ഷിവർജിതായൈ നമഃ. ഓം ഷഡംഗദേവതായുക്തായൈ നമഃ. ഓം ഷഡ്ഗുണ്യ പരിപൂരിതായൈ നമഃ. ഓം നിത്യക്ലിന്നായൈ നമഃ. ഓം നിരുപമായൈ നമഃ. ഓം നിർവാണസുഖദായിന്यै നമഃ. ഓം നിത്യാഷോഡശികാരൂപായൈ നമഃ. ഓം ശ്രീകണ്ഠാർത്ഥശരീരിണ്यै നമഃ. ഓം പ്രഭാവത്यै നമഃ. ഓം പ്രഭാരൂപായൈ നമഃ. ഓം പ്രസിദ്ധായൈ നമഃ. ഓം പരമേശ്വര്यै നമഃ. ഓം മൂലപ്രകൃത്यै നമഃ. ഓം അവ്യക്തായൈ നമഃ. ഓം വ്യക്താവ്യക്തസ്വരൂപിണ്यै നമഃ. ഓം വ്യാപിന്यै നമഃ. ഓം വിവിധാകാരായൈ നമഃ. ഓം വിദ്യാവിദ്യസ്വരൂപിണ്यै നമഃ. ഓം മഹാകാമേശനയന കുമുദാഹ്ലാദകൗമുദ്यै നമഃ. ഓം ഭക്തകാർത്തമോഭേദ ഭാനുമത്ഭാനുസന്തത്यै നമഃ. ഓം ശിവദൂത്यै നമഃ. ഓം ശിവാരാധ്യായൈ നമഃ. ഓം ശിവമൂർത്തിयै നമഃ. ഓം ശിവങ്കരിयै നമഃ. ഓം ശിവപ്രിയായൈ നമഃ. ഓം ശിവപരായൈ നമഃ. ഓം ശിഷ്ടേഷ്ടായൈ നമഃ. ഓം ശിഷ്ടപൂജിതായൈ നമഃ. ഓം അപ്രമേയായൈ നമഃ. ഓം സ്വപ്രകാശായൈ നമഃ. ഓം മനോവാചമഗോചരായൈ നമഃ.
ഓം ചിച്ഛക്തിയൈ നമ. ഓം ചേതനാരൂപായൈ നമ. ഓം ജഡശക്തിയൈ നമ. ഓം ജഡാത്മികായൈ നമ. ഓം ഗായത്രിയൈ നമ. ഓം വ്യാഹൃത്यै നമ. ഓം സന്ധ്യായൈ നമ. ഓം ദ്വിജവൃന്ദനിഷേവിതായൈ നമ. ഓം തത്വാസനായൈ നമ. ഓം തസ്മൈ നമ. ഓം തുഭ്യം നമ. ഓം ആയേം നമ. ഓം പഞ്ചകോശാന്തരസ്ഥിതായൈ നമ. ഓം നിസീമ മഹിംനേ നമ. ഓം നിത്യയൗവനായൈ നമ. ഓം മദശാലിന്यै നമ. ഓം മദകൂർണിത രക്താക്ഷ്यै നമ. ഓം മദപാടലഗണ്ഡഭുവേ നമ. ഓം ചന്ദനദ്രവദൈക്താംഗ്यै നമ. ഓം ചാമ്പേയ കുസുമപ്രിയായൈ നമ. ഓം കുശലായൈ നമ. ഓം കോമളാകാരായൈ നമ. ഓം കുരുകുല്ലായൈ നമ. ഓം കുലേശ്വര്यै നമ. ഓം കുളകുണ്ഡാലയായൈ നമ. ഓം കൗളമാർഗതൽപര സേവിതായൈ നമ. ഓം കുമാരഗണനാഥാംബായൈ നമ. ഓം തുഷ്ട്यै നമ. ഓം പുഷ്ട്यै നമ. ഓം മത്यै നമ. ഓം ധൃത്यै നമ. ഓം ശാന്ത്यै നമ. ഓം സ്വസ്തിമത്यै നമ. ഓം കാന്ത്यै നമ. ഓം നന്ദിന്यै നമ. ഓം വിഘ്നനാശിന്यै നമ. ഓം തേജോവത്यै നമ. ഓം ത്രിനയനായൈ നമ. ഓം ലോലാക്ഷി കാമരൂപിണ്यै നമ. ഓം മാലിന്यै നമ. ഓം ഹംസിന്यै നമ. ഓം മാത്രേ നമ. ഓം മലയാജലവാസിന്यै നമ. ഓം സുമുഖ്यै നമ. ഓം നളിന്यै നമ. ഓം സുഭ്രുവേ നമ. ഓം ശോഭനായൈ നമ. ഓം സുരനായികായൈ നമ. ഓം കാലകണ്ഠ്यै നമ. ഓം കാന്തിമത്यै നമ. ഓം ക്ഷോഭിണ്यै നമ. ഓം സൂക്ഷ്മരൂപിണ്यै നമ. ഓം വജ്രേശ്വര്यै നമ. ഓം വാമദേവ്यै നമ. ഓം വയോവസ്ഥാവിവർജിതായൈ നമ. ഓം സിദ്ധേശ്വര്यै നമ. ഓം സിദ്ധവിദ്യായൈ നമ. ഓം സിദ്ധമാത്രേ നമ. ഓം യശസ്വിന്यै നമ. ഓം വിശുദ്ധിചക്രനിലയായൈ നമ. ഓം ആരക്തവർണായൈ നമ. ഓം ത്രിലോചനായൈ നമ. ഓം ഖഡ്വാംഗാദി പ്രഹരണായൈ നമ. ഓം വദനൈക സമന്യുതായൈ നമ. ഓം പായസാന്നപ്രിയായൈ നമ. ഓം തുഷ്തായൈ നമ. ഓം പശുലോകഭയങ്കരിयै നമ. ഓം അമൃതാദി മഹാശക്തി സമൃദ്ധായൈ നമ. ഓം ഡാകിനീശ്വര്यै നമ. ഓം അനാഹതാബ്ജനിലയായൈ നമ. ഓം ശ്യാമാഭായൈ നമ. ഓം വദനദ്വയായൈ നമ. ഓം ദംഷ്ട്രോജ്വലായൈ നമ. ഓം അക്ഷമാലാദിധരായൈ നമ. ഓം രുധിരസംസ്ഥിതായൈ നമ. ഓം കാളരാത്ര്യാദി ശക്തോകവൃധായൈ നമ. ഓം സിക്തവദനപ്രിയായൈ നമ. ഓം മഹാവീരേന്ദ്ര വരദായൈ നമ. ഓം രാഗിണ്യംബാസ്വരൂപിണ്यै നമ. ഓം മണിപൂരാബ്ജനിലയായൈ നമ. ഓം വദനത്രയ സംയുതായൈ നമ. ഓം വജ്രാധികായുധോപേതായൈ നമ. ഓം ഡാമര്യാധിപിരാവൃതായൈ നമ. ഓം രക്തവർണായൈ നമ. ഓം മാംസനിഷ്ഠായൈ നമ. ഓം ഗുഢാന്നപ്രീതമാനസായൈ നമ. ഓം സമസ്തഭക്ത സുഗതായൈ നമ. ഓം ലാഗിന്യംബാസ്വരൂപിണ്यै നമ. ഓം സ്വാദിഷ്ടാനാംബുജഗദായൈ നമ. ഓം ചതുർവക്ത്ര മനോഹരായൈ നമ. ഓം ശൂലാദ്യായുധ സമ്പന്നായൈ നമ. ഓം പീതവർണായൈ നമ. ഓം അതിഗർവിതായൈ നമ. ഓം മേധോനിഷ്ഠായൈ നമ. ഓം മധുപ്രീതായൈ നമ. ഓം ബന്ധിന്യാദി സമന്യുതായൈ നമ. ഓം ദധ്യന്നാസക്ത ഹൃദയായൈ നമ. ഓം കാകിനീരൂപധാരിണ്यै നമ. ഓം മൂലാധാരാംബുജാരൂഢായൈ നമ. ഓം പഞ്ചവക്ത്രായൈ നമ. ഓം അസ്ഥി സംസ്ഥിതായൈ നമ. ഓം അങ്കുശാദി പ്രകരണായൈ നമ. ഓം വരദാദി നിഷേവിതായൈ നമ. ഓം ഉദ്ഗൗതനാസക്തചിത്തായൈ നമ. ഓം സാഗിന്യംബസ്വരൂപിണ്यै നമ. ഓം ആജ്ഞാചക്രാബ്ജനിലയായൈ നമ. ഓം ശുക്ലവർണായൈ നമ. ഓം ഷഡാനനായൈ നമ. ഓം മജ്ജാസംസ്ഥായൈ നമ. ഓം ഹംസവതീ മുഖ്യശക്തി സമന്യുതായൈ നമ. ഓം ഭദ്രാനൈകരസികായൈ നമ. ഓം ഹാഗിനീരൂപധാരിണ്यै നമ. ഓം സഹസ്രദള പത്മസ്ഥായൈ നമ. ഓം സർവവർണോപശോഭിതായൈ നമ. ഓം സർവായുധധരായൈ നമ.
ഓം ശുക്ലസംസ്ഥിതായൈ നമ. ഓം സർവതോമുഖ്യൈ നമ. ഓം സർവോദനപ്രീതചിത്തായൈ നമ. ഓം യാഗിന്യംബാസ്വരൂപിണ്യൈ നമ. ഓം സ്വാഹായൈ നമ. ഓം സ്വധായൈ നമ. ഓം അമത്യൈ നമ. ഓം മേധായൈ നമ. ഓം ശ്രുത്യൈ നമ. ഓം സ്മൃത്यै നമ. ഓം അനുത്തമായൈ നമ. ഓം പുണ്യകീർത്തിयै നമ. ഓം പുണ്യലഭ്യായൈ നമ. ഓം പുണ്യശ്രവണകീർത്തനായൈ നമ. ഓം പുലോമജാർച്ചിതായൈ നമ. ഓം ബന്ധമോചിന്യൈ നമ. ഓം ബർബരാളകായൈ നമ. ഓം വിമർശരൂപിണ്യൈ നമ. ഓം വിദ്യായൈ നമ. ഓം വിയദാദിജഗൽപ്രസുവേ നമ. ഓം സർവവ്യാധിപ്രശമന്യൈ നമ. ഓം സർവമൃത്യുനിവാരിണ്യൈ നമ. ഓം അഗ്രഗണ്യായൈ നമ. ഓം അചിന്ത്യരൂപായൈ നമ. ഓം കലികൽമഷനാശിന്യൈ നമ. ഓം കാത്യായന്യൈ നമ. ഓം കാലഹന്ത്ര്यै നമ. ഓം കമലാക്ഷനിഷേവിതായൈ നമ. ഓം താംബൂലപൂരിതമുഖ്यै നമ. ഓം ദാഡിമീ കുസുമപ്രഭായൈ നമ. ഓം മൃഗാക്ഷ്यै നമ. ഓം മോഹിന്यै നമ. ഓം മുഖ്യായൈ നമ. ഓം മൃഢാന്യൈ നമ. ഓം മിത്രരൂപിണ്യൈ നമ. ഓം നിത്യതൃപ്തായൈ നമ. ഓം ഭക്തനിധയേ നമ. ഓം നിയന്ത്രിയൈ നമ. ഓം നിഖിലേശ്വര്यै നമ. ഓം മൈത്രാദിവാസനാലഭ്യായൈ നമ. ഓം മഹാപ്രളയ സാക്ഷിണ്यै നമ. ഓം പരാശക്തിयै നമ. ഓം പരാനിഷ്ഠായൈ നമ. ഓം പ്രജ്ഞാനഘനരൂപിണ്यै നമ. ഓം മാധ്യൂപാനലാസായൈ നമ. ഓം മത്തായൈ നമ. ഓം മാതൃകാവർണ്ണരൂപിണ്യൈ നമ. ഓം മഹാകൈലാസനിലയായൈ നമ. ഓം മൃണാള മൃദുദോർലതായൈ നമ. ഓം മഹനീയായൈ നമ. ഓം ദയാമൂർത്തിयै നമ. ഓം മഹാസാമ്രാജ്യ ശാലിന്യൈ നമ. ഓം ആത്മവിദ്യായൈ നമ. ഓം മഹാവിദ്യായൈ നമ. ഓം ശ്രീവിദ്യായൈ നമ. ഓം കാമസേവിതായൈ നമ. ഓം ശ്രീ ഷോഡശാക്ഷരീ വിദ്യായൈ നമ. ഓം ത്രിഗുണായൈ നമ. ഓം കാമകോടികായൈ നമ. ഓം കടാക്ഷകിങ്കരീഭൂത കമലാകോടിസേവിതായൈ നമ. ഓം ശിരസ്ഥിതായൈ നമ. ഓം ചന്ദ്രനിഭായൈ നമ. ഓം ഭാലസ്ഥായൈ നമ. ഓം ഇന്ദ്രധനുപ്രഭായൈ നമ. ഓം ഹൃദയസ്ഥായൈ നമ. ഓം രവിപ്രഖ്യായൈ നമ. ഓം ത്രികോണാന്തരദീപികായൈ നമ. ഓം ദാക്ഷായണ്യൈ നമ. ഓം ദൈത്യഹന്ത്ര്यै നമ. ഓം ദക്ഷയജ്ഞവിനാശിന്यै നമ. ഓം ദരാന്തോളിത ദീർഘാക്ഷ്यै നമ. ഓം ദരഹാസോജലന്മുഖ്यै നമ. ഓം ഗുരുമൂർത്തിयै നമ. ഓം ഗുണനിധയേ നമ. ഓം ഗോമാത്രേ നമ. ഓം ഗുഹാജന്മഭുവേ നമ. ഓം ദേവേശ്यै നമ. ഓം ദണ്ഡനിധിസ്ഥായൈ നമ. ഓം ദകരാകാശരൂപിണ്യൈ നമ. ഓം പ്രതിബന്മുഖ്യരാഗാന്ത തിഥിമണ്ഡലപൂജിതായൈ നമ. ഓം കലാത്മികായൈ നമ. ഓം കലാനാഥായൈ നമ. ഓം കാവ്യാലാപവിനോദിന്യൈ നമ. ഓം സജാമരരമാവാണി സവ്യദക്ഷിണ സേവിതായൈ നമ. ഓം ആദിശക്തിयै നമ. ഓം അമേയായൈ നമ. ഓം ആത്മനേ നമ. ഓം പരമായൈ നമ. വവനാകൃതേ നമ. ഓം അനേകകോടി ബ്രഹ്മാണ്ഡ ജനന്യൈ നമ. ഓം ദിവ്യവിഗ്രഹായൈ നമ. ഓം ക്ലീങ്കാര്यै നമ. ഓം കേവലായൈ നമ. ഓം ഗുഹ്യായൈ നമ. ഓം കൈവല്യപദദായിന്यै നമ. ഓം ത്രിപുരായൈ നമ. ഓം ത്രിജഗത്വന്ദ്യായൈ നമ. ഓം ത്രിമൂർത്യൈ നമ. ഓം ത്രിദശേശ്വര്यै നമ. ഓം ത്രക്ഷര്यै നമ. ഓം ദിവ്യഗന്ധാഢ്യായൈ നമ. ഓം സിന്ദൂരതിലകാഞ്ചിതായൈ നമ. ഓം ഉമായൈ നമ. ഓം ശൈലേന്ദ്രതനയായൈ നമ. ഓം ഗൗര്यै നമ. ഓം ഗന്ധർവസേവിതായൈ നമ. ഓം വിശ്വഗർഭായൈ നമ. ഓം സ്വർണഗർഭായൈ നമ. ഓം വരദായൈ നമ. ഓം വാഗധീശ്വര്यै നമ. ഓം ധ്യാനഗമ്യായൈ നമ. ഓം അപരിച്ഛേദ്യായൈ നമ. ഓം ജ്ഞാനദായൈ നമ. ഓം ജ്ഞാനവിഗ്രഹായൈ നമ. ഓം സർവവേദാന്ത സംവേദ്യായൈ നമ.
ഓ സത്യാനന്ദ സ്വരൂപിണ്യൈ നമ. ഓ ലോഭാമുദ്രാർച്ചിതായൈ നമ. ഓ ലീലാക്ലിപ്ത ബ്രഹ്മാണ്ഡ മണ്ഡലായൈ നമ. ഓം അദൃശ്യായൈ നമ. ഓം ദൃശ്യരഹിതായൈ നമ. ഓം വിജ്ഞാർപ്രിയൈ നമ. ഓം വേദ്യവർജിതായൈ നമ. ഓ യോഗിന്യൈ നമ. ഓ യോഗദായൈ നമ. ഓ യോഗ്യായൈ നമ. ഓം യോഗാനന്ദായൈ നമ. ഓം യുഗന്ധരായൈ നമ. ഓം ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണ്യൈ നമ. ഓം സർവാധാരായൈ നമ. ഓം സുപ്രതിഷ്ഠായൈ നമ. ഓം സദസത് രൂപധാരിണ്യൈ നമ. ഓം അഷ്ടമൂർത്തിയൈ നമ. ഓം അജാജൈത്രിയൈ നമ. ഓ ലോകയാത്രാവിധായിന്യൈ നമ. ഓ ഏകാകിന്യൈ നമ. ഓം ഭൂമരൂപായൈ നമ. ഓം നിർദ്വൈതായൈ നമ. ഓം ദ്വൈതവർജിതായൈ നമ. ഓം അന്നദായൈ നമ. ഓം വസുധായൈ നമ. ഓം വൃദ്ധായൈ നമ. ഓം ബ്രഹ്മാത്മൈക്യ സ്വരൂപിണ്യൈ നമ. ഓം ബൃഹത്यै നമ. ഓം ബ്രാഹ്മണ്യൈ നമ. ഓം ഭ്രാമ്യൈ നമ. ഓം ബ്രഹ്മാനന്ദായൈ നമ. ഓം ബലിപ്രിയായൈ നമ. ഓം ഭാഷാരൂപായൈ നമ. ഓം മൃഗസേനായൈ നമ. ഓം ഭാവാഭാവ വിവർജിതായൈ നമ. ഓ സുഖാരാധ്യായൈ നമ. ഓ ശുഭകരിയൈ നമ. ഓ ശോഭനാസുലഭായൈ നമ. ഓ രാജരാജേശ്വര്യൈ നമ. ഓ രാജ്യദായിന്യൈ നമ. ഓ രാജവല്ലഭായൈ നമ. ഓ രാജൽകൃപായൈ നമ. ഓ രാജപീഠ നിവേശിത നിജാശ്രിതായൈ നമ. ഓ രാജ്യലക്ഷ്മിയൈ നമ. ഓം കോശനാഥായൈ നമ. ഓം ചതുരംഗബലേശ്വര്യൈ നമ. ഓ സാമ്രാജ്യദായിന്യൈ നമ. ഓം സത്യസന്ധായൈ നമ. ഓ സാഗര മേഖലായൈ നമ. ഓം ദീക്ഷിതായൈ നമ. ഓം ദൈത്യശമന്യൈ നമ. ഓം സർവലോകവശങ്കരിയൈ നമ. ഓം സർവാർത്ഥദാത്രിയൈ നമ. ഓം സാവിത്രിയൈ നമ. ഓ സച്ചിദാനന്ദരൂപിണ്യൈ നമ. ഓം ദേശകാലാപരിച്ഛിന്നായൈ നമ. ഓ സർവഗായൈ നമ. ഓം സർവമോഹിന്യൈ നമ. ഓം സരസ്വത്यै നമ. ഓം ശാസ്ത്രമയ്യൈ നമ. ഓം ഗുഹാംബായൈ നമ. ഓം ഗുഹ്യരൂപിണ്യൈ നമ. ഓ സർവോപാധി വിനിർമുക്തായൈ നമ. ഓം സദാശിവ പതിവ്രതായൈ നമ. ഓം സമ്പ്രദായേശ്വര്यै നമ. ഓം സാധുനേ നമ. ഓം ആയം നമ. ഓം ഗുരുമണ്ഡലരൂപിണ്യൈ നമ. ഓം കുലോത്തീർണായൈ നമ. ഓം ഭഗാരാധ്യായൈ നമ. ഓം മായായൈ നമ. ഓം മധുമത്यै നമ. ഓം മഹ്യൈ നമ. ഓം ഗണാംബായൈ നമ. ഓം ഗുഹ്യകാരാധ്യായൈ നമ. ഓം കോമളാംഗ്യൈ നമ. ഓം ഗുരുപ്രിയായൈ നമ. ഓ സ്വതന്ത്രായൈ നമ. ഓ സർവതന്ത്രേശ്യൈ നമ. ഓം ദക്ഷിണാമൂർത്തിരൂപിണ്യൈ നമ. ഓ സനകാദി സമാരാധ്യായൈ നമ. ഓം ശിവജ്ഞാനപ്രദായിന്യൈ നമ. ഓം തിക്കലായൈ നമ. ഓം ആനന്ദകലികായൈ നമ. ഓം പ്രേമരൂപായൈ നമ. ഓം പ്രിയങ്കരിയൈ നമ. ഓം നാമപാരായണ പ്രീതായൈ നമ. ഓം നന്ദിവിദ്യായൈ നമ. ഓം നടേശ്വര്यै നമ. ഓം മിഥ്യ ജഗദധിഷ്ഠാനായൈ നമ. ഓം മുക്തിദായൈ നമ. ഓം മുക്തിരൂപിണ്യൈ നമ. ലാസ്യപ്രിയായൈ നമ. ഓ ലയകരിയൈ നമ. ഓ ലജ്ജായൈ നമ. ഓ രംഭാദിവന്ദിതായൈ നമ. ഓം ഭവതാവ സുധാവൃഷ്ട്यै നമ. ഓം പാപാരണ്യദവാനലായൈ നമ. ഓം ദൗർഭാഗ്യതൂലവാദൂലായൈ നമ. ഓം ജരാധ്വാന്തരവിപ്രഭായൈ നമ. ഓം ഭാഗ്യാപ്തിചന്ദ്രികായൈ നമ. ഓം ഭക്തചിത്തകേകി ഖനാഖനായൈ നമ. രോഗപർവ്വതദംബോളയൈ നമ. ഓം മൃത്യുദാരുകുടാരികായൈ നമ. ഓം മഹേശ്വര്यै നമ. ഓം മഹാകാളിയൈ നമ. ഓം മഹാഗ്രാസായൈ നമ. ഓം മഹാശനായൈ നമ. ഓം അപർണായൈ നമ. ഓം ചണ്ഡികായൈ നമ. ഓം ചണ്ഡമുണ്ടാസുര നിഷൂദിന്യൈ നമ. ഓം ക്ഷരാക്ഷരാത്മികായൈ നമ. ഓം സർവലോകേശ്यै നമ. ഓം വിശ്വധാരിണ്യൈ നമ.
ഓം ത്രിവർഗദാത്രിയൈ നമ. ഓം സുഭഗായൈ നമ. ഓം ത്രംബകായൈ നമ. ഓം ത്രിഗുണാത്മികായൈ നമ. ഓം സ്വർഗാപവർഗദായൈ നമ. ഓം ശുദ്ധായൈ നമ. ഓം ജപാപുഷ്പ നിഭാകൃത്यै നമ. ഓം ഓജോവത്यै നമ. ഓം ദുരിധരായൈ നമ. ഓം യജ്ഞരൂപായൈ നമ. ഓം പ്രിയവ്രതായൈ നമ. ഓം ദുരാരാധ്യായൈ നമ. ഓം ദുരാദർശായൈ നമ. ഓം പാടലീ കുസുമപ്രിയായൈ നമ. ഓം മഹത്यै നമ. ഓം മേരുനിലയായൈ നമ. ഓം മന്ദാരകുസുമപ്രിയായൈ നമ. ഓം വീരാരാധ്യായൈ നമ. ഓം വിരാജൂപായൈ നമ. ഓം വിരജസേ നമ. ഓം വിശ്വതോമുഖ്യൈ നമ. ഓം പ്രത്യഗ്രൂപായൈ നമ. ഓം പരാകാശായൈ നമ. ഓം പ്രാണദായൈ നമ. ഓം പ്രാണരൂപിണ്यै നമ. ഓം മാർത്താണ്ഡഭൈരവാരാധ്യായൈ നമ. ഓം മന്ത്രിണീന്യസ്തരാജ രാജ്യധുരേ നമ. ഓം ത്രിപുരേശ്यै നമ. ഓം ജയസേനായൈ നമ. ഓം നിസ്ത്രൈഗുണ്യായൈ നമ. ഓം പരാപരായൈ നമ. ഓം സത്യജ്ഞാനാനന്ദരൂപായൈ നമ. ഓം സാമരസ്യപരായണായൈ നമ. ഓം കബർദിന്യൈ നമ. ഓം കലാമാലായൈ നമ. ഓം കാമദുഃഖേ നമ. ഓം കാമരൂപിണ്यै നമ. ഓം കലാനിധയേ നമ. ഓം കാവ്യകലായൈ നമ. ഓം രസജ്ഞായൈ നമ. ഓം രസശേവദയേ നമ. ഓം പുഷ്ടായൈ നമ. ഓം പുരാതനായൈ നമ. ഓം പൂജ്യായൈ നമ. ഓം പുഷ്കരായൈ നമ. ഓം പുഷ്കരേക്ഷണായൈ നമ. ഓം പരസ്മൈ ജ്യോതിഷേ നമ. ഓം പരസ്മൈ ധാമിനേ നമ. ഓം പരമാണവേ നമ. ഓം പരാത്പരായൈ നമ. ഓം പാശഹസ്തായൈ നമ. ഓം പാശഹന്ത്ര്यै നമ. ഓം പരമന്ത്ര വിഭേദിന്यै നമ. ഓം മൂർത്തായൈ നമ. ഓം അമൂർത്തായൈ നമ. ഓം അനിത്യതൃപ്തായൈ നമ. ഓം മുനിമാനസഹംസികായൈ നമ. ഓം സത്യവ്രതായൈ നമ. ഓം സത്യരൂപായൈ നമ. ഓം സർവാന്തര്യാമിന്യൈ നമ. ഓം സത്यै നമ. ഓം ബ്രഹ്മാണ്യൈ നമ. ഓം ബ്രഹ്മണേ നമ. ഓം ജനന്യൈ നമ. ഓം ബഹുരൂപായൈ നമ. ഓം ബുധാർച്ചിതായൈ നമ. ഓം പ്രസവിത്ര്यै നമ. ഓം പ്രചണ്ഡായൈ നമ. ഓം ആജ്ഞായൈ നമ. ഓം പ്രതിഷ്ഠായൈ നമ. ഓം പ്രകടാകൃത്यै നമ. ഓം പ്രാണേശ്വര്यै നമ. ഓം പ്രാണദാത്രിयै നമ. ഓം പഞ്ചാശൽപീഠരൂപിണ്यै നമ. ഓം വിശൃംഖലായൈ നമ. ഓം വിവിക്തസ്ഥായൈ നമ. ഓം വീരമാത്രേ നമ. ഓം വിയൽപ്രസുവേ നമ. ഓം മുകുന്ദായൈ നമ. ഓം മുക്തിനിലയായൈ നമ. ഓം മൂലവിഗ്രഹരൂപിണ്यै നമ. ഓം ഭാവജ്ഞായൈ നമ. ഓം ഭവരോഗഗ്ന്यै നമ. ഓം ഭവചക്ര പ്രവർത്തിന്यै നമ. ഓം ഛന്ദസാരായൈ നമ. ഓം ശാസ്ത്രസാരായൈ നമ. ഓം മന്ത്രസാരായൈ നമ. ഓം തലോദര്यै നമ. ഉദാരകീർത്തയേ നമ. ഓം ഉദ്ദാമവൈഭവായൈ നമ. ഓം വർണ്ണരൂപിണ്यै നമ. ഓം ജന്മമൃത്യുജരാതപ്ത ജനവിശ്രാന്തിദായിന്यै നമ. ഓം സർവോപനിഷൽകുഷ്ടായൈ നമ. ഓം ശാന്ത്യാതീതകലാത്മികായൈ നമ. ഓം ഗംഭീരായൈ നമ. ഓം ഗഗനാന്തസ്ഥായൈ നമ. ഓം ഗർവിതായൈ നമ. ഓം ഗാനലോലുപായൈ നമ. ഓം കൽപ്പനാരഹിതായൈ നമ. ഓം കാഷ്ടായൈ നമ. ഓം അകാന്തായൈ നമ. ഓം കാന്താർത്ഥ വിഗ്രഹായൈ നമ. ഓം കാര്യകാരണ നിർമുക്തായൈ നമ. ഓം കാമകേളി തരംഗിതായൈ നമ. ഓം കനകതാടങ്കായൈ നമ. ഓം ലീലാ വിഗ്രഹധാരിണ്यै നമ. ഓം അജായൈ നമ. ഓം വിനിർമുക്തായൈ നമ. ഓം മുക്തായൈ നമ. ഓം ക്ഷിപ്രപ്രസാദിന്യൈ നമ. ഓം അന്തർമുഖ സമാരാധ്യായൈ നമ. ഓം ബഹിർമുഖ സുദുർലഭായൈ നമ. ഓം ത്രയ്യൈ നമ. ഓം ത്രിവർഗനിലയായൈ നമ.
ഓം ത്രിസ്തായൈ നമ. ഓം ത്രിപുരമാലിന്യൈ നമ. ഓ നിരാമയായൈ നമ. ഓ നിരാലംബായൈ നമ. ഓം സ്വാത്മാരാമായൈ നമ. ഓം സുധാസൃത്यै നമ. ഓം സംസാരപങ്കനിർമ്മഗ്ന സമുദ്ധരണ പണ്ഡിതായൈ നമ. ഓ യജ്ഞപ്രിയായൈ നമ. യജ്ഞകർത്രേ നമ. ഓ യജമാന സ്വരൂപിണ്യൈ നമ. ഓം ധർമാധാരായൈ നമ. ഓം ധനാധ്യക്ഷായൈ നമ. ഓം ധനധാന്യ വിവർധിന്യൈ നമ. വിപ്രപ്രിയായൈ നമ. ഓം വിപ്രരൂപായൈ നമ. ഓം വിശ്വഭ്രമണകാരുണ്യൈ നമ. ഓം വിശ്വഗ്രാസായൈ നമ. ഓം വിദ്രുമാഭായൈ നമ. ഓം വൈഷ്ണവ്യൈ നമ. ഓം വിഷ്ണുരൂപിണ്യൈ നമ. ഓം അയോനയേ നമ. ഓ യോനി നിലയായൈ നമ. ഓം ഗൂഢസ്ഥായൈ നമ. ഓം കുളരൂപിണ്യൈ നമ. ഓം വീരഗോഷ്ഠിപ്രിയായൈ നമ. ഓം വീരായൈ നമ. ഓം നൈഷ്കർമ്മ്യായൈ നമ. ഓം നാദരൂപിണ്യൈ നമ. ഓം വിജ്ഞാനകലനായൈ നമ. ഓം കല്യായൈ നമ. ഓം വിദഗ്ധായൈ നമ. ഓം ബൈന്ദവാസനായൈ നമ. ഓം തത്വാധികായൈ നമ. ഓം തത്വമയ്യൈ നമ. ഓം തത്വമർത്ഥസ്വരൂപിണ്യൈ നമ. ഓ സാമഗാനപ്രിയായൈ നമ. ഓ സൗമ്യായൈ നമ. ഓ സദാശിവകുടുംബിന്യൈ നമ. ഓ സവ്യാപസവ്യമാർഗസ്ഥായൈ നമ. ഓ സർവാപത്നിവാരിണ്യൈ നമ. ഓ സ്വസ്ഥായൈ നമ. ഓ സ്വഭാവമധുരായൈ നമ. ഓം ധീരായൈ നമ. ഓം ധീരസമർച്ചിതായൈ നമ. ഓം ചൈതന്യാർഘ്യസമാരാധ്യായൈ നമ. ഓം ചൈതന്യകുസ്മപ്രിയായൈ നമ. ഓ സദോദിതായൈ നമ. ഓം സദാതുഷ്ടായൈ നമ. ഓം തരുണാദിത്യ പാടലായൈ നമ. ഓ ദക്ഷിണാരാധ്യായൈ നമ. ഓം ധരസ്മേരമുഖാംബുജായൈ നമ. ഓം കൗലിനീ കേവലായൈ നമ. ഓം അനർഘ്യ കൈവല്യപദദായിന്യൈ നമ. ഓ സ്തോത്രപ്രിയായൈ നമ. ഓ സ്തുതിമത്यै നമ. ഓ ശ്രുതി സംസ്തുത വൈഭവായൈ നമ. ഓ മനസ്വിന്യൈ നമ. ഓ മാനവത്यै നമ. ഓ മഹേശ്यै നമ. ഓ മംഗളാകൃതയേ നമ. ഓം വിശ്വമാത്രേ നമ. ഓം ജഗദ്ധാത്രിയൈ നമ. ഓം വിശാലാക്ഷ്यै നമ. ഓം വിരാഗിണ്यै നമ. ഓം പ്രഗത്ഭായൈ നമ. ഓം പരമോദാരായൈ നമ. ഓം പരാമോദായൈ നമ. ഓം മനോമയ്യൈ നമ. ഓം വ്യോമകേശ്यै നമ. ഓം വിമാനസ്ഥായൈ നമ. ഓം വജ്രിണ്यै നമ. ഓം വാമകേശ്വര്यै നമ. ഓം പഞ്ചയജ്ഞപ്രിയായൈ നമ. ഓം പഞ്ചപ്രേതമഞ്ചാദിശായിന്യൈ നമ. ഓം പഞ്ചമ്യൈ നമ. ഓം പഞ്ചഭൂതേശ്यै നമ. ഓം പഞ്ചസംഖ്യോപചാരിണ്യൈ നമ. ഓം ശാശ്വത്यै നമ. ഓം ശാശ്വതൈശ്വര്യായൈ നമ. ഓം ശർമ്മദായൈ നമ. ഓം ശംഭുമോഹിന്യൈ നമ. ഓം ധരായൈ നമ. ഓം ധരസുതായൈ നമ. ഓം ധന്യായൈ നമ. ഓം ധർമ്മിണ്യൈ നമ. ഓം ധർമ്മവർദ്ധിന്യൈ നമ. ഓ ലോകാതീതായൈ നമ. ഓം ഗുണാതീതായൈ നമ. ഓ സർവാതീതായൈ നമ. ഓ സമാത്മികായൈ നമ. ഓം ബന്ധൂകകുസ്മപ്രഖ്യായൈ നമ. ഓം ബാലായൈ നമ. ഓ ലീലാവിനോദിന്യൈ നമ. ഓ സുമംഗല്യൈ നമ. ഓ സുഖകരിയൈ നമ. ഓ സുവേഷാഢ്യായൈ നമ. ഓ സുവാസിന്യൈ നമ. ഓ സുവാസിന്യർച്ചനപ്രീതായൈ നമ. ഓം ആശോഭനായൈ നമ. ഓ ശുദ്ധമാനസായൈ നമ. ഓം ബിന്ദുതർപ്പണസന്തുഷ്ടായൈ നമ. ഓം പൂർവജായൈ നമ. ഓം ത്രിപുരാംബികായൈ നമ. ഓം ദശമുദ്രാസമാരാധ്യായൈ നമ. ഓ ത്രിപുരാ ശ്രീവശങ്കരിയൈ നമ. ഓ ജ്ഞാനമുദ്രായൈ നമ. ഓ ജ്ഞാനഗമ്യായൈ നമ. ഓ ജ്ഞാനജ്ഞേയസ്വരൂപിണ്യൈ നമ. ഓ യോനിമുദ്രായൈ നമ. ഓം ത്രികണ്ഠേശ്यै നമ. ഓം ത്രിഗുണായൈ നമ. ഓം അംബായൈ നമ. ഓം ത്രിഗുണാകായൈ നമ. ഓം അനഘായൈ നമ. ഓം അദ്ഭുതചാരിത്രായൈ നമ. ഓ വാജ്യതാർത്ഥപ്രദായിന്യൈ നമ. ഓ അഭ്യാസ അതിശയജ്ഞാതായൈ നമ. ഓം ഷഡത്വാതീതരൂപിണ്യൈ നമ. ഓം അവ്യാജ കരുണാമൂർത്തയേ നമ. ഓം അജ്ഞാനധ്വാന്തദീപികായൈ നമ. ഓം ആബാലഗോപ വിദിതായൈ നമ. ഓ സർവാലുല്ലംഘ്യ ശാസനായൈ നമ.
ഓം ശ്രീചക്രരാജ നിലയായൈ നമ. ഓം ശ്രീമൽ ത്രിപുര സുന്ദര്യൈ നമ. ഓം ശ്രീ ശിവായൈ നമ. ഓം ശിവശക്ത്യൈക്യരൂപിണ്യൈ നമ. ഓം ശ്രീ ലളിതാംബികായൈ നമ. ഓം ശ്രീ ലളിതാ സഹസ്രനാമാവലി സമ്പൂർണം. ഓം സിന്ദൂരാരുണവിഗ്രഹം ത്രിനയനാമാണിക്യമൗലീസ്ഫുരത് താരാനായകശേഖരാം സ്മിതമുഖീമാഭീനവക്ഷോരുകാം പാണിഭ്യാമളിപൂർണരത്നചഷകം രക്തോൽപലം ബിഭ്രതിം സൗമ്യാം രത്നഖടസ്ഥരക്തചരണാം ധ്യായേത് പരാമംബികാം.